താത്താ 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 ഖദീജു വന്നോ? എന്റെ പേരക്കുട്ടി ആസ്പത്രിയിലായിരുന്നു. മോളെ കുട്ടിയെ തീരെ വെജായിട്ട് അതേ ഞാൻ വരാൻ നേരം വൈകിയത്. നിങ്ങൾ പോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ഇക്കാരം. എന്നെ പോലെ തന്നെ റംലി, അതുകൊണ്ട് തന്നെ അവളെ ഒഴിവാക്കിയത്. സീനത്തിന് വെജാത്ത കണ്ടോണ്ടല്ലേ വെച്ചാണ് പോയത്. നിങ്ങൾക്കൊക്കെ പറ്റുമ്പോ വന്നാ മതി, അല്ലെങ്കിൽ ഞങ്ങക്ക് വേറെ ആളെയൊക്കെ കിട്ടും. എത്താ താത്ത നിമ്മർത്തില്ലായിട്ടാ വരാഞ്ഞ്. എന്റെ പേരക്കുട്ടിക്ക് തീരെ സുഖമില്ലായിട്ട് അതേനെ ഞാൻ വരാഞ്ഞത്. മരുവനും നാട്ടിലില്ല. ഇനി ഞാനിപ്പോഴൊന്നും പോകൂല. പോരെങ്ങക്ക്? ഖദീജാത്ത, താത്താക്ക് സുഖമില്ലാത്തോണ്ടാണ് താത്താന്റെ അമ്മ അങ്ങനെ പറയണത്. പിന്നെ ഇപ്പൊ ഇവലൊക്കെ വന്നിക്കാണ്ടൊക്കെ ഇങ്ങനെ ചെയ്തു തരുന്നോണ്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങളില്ലാത്തതിന്റെ കുറവ് നല്ലോണം ഉണ്ടേനും. നിങ്ങൾ വരി അകത്തൊക്കെ. റഹീമേ, പഞ്ചാബിന്നേ ഹീറോന്റെ അതിന്റെ മാനേജർ വിളിച്ചിരുന്നു. അവിടെ നിന്ന് ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്, മെയിനായിട്ടുള്ള ഡീലർമാർക്കുള്ളത്. അതിലൊന്ന് പങ്കെടുക്കാൻ പറഞ്ഞേക്കണു. നമ്മള് സിബിനെ പറഞ്ഞേക്കേ. അല്ല, ഈ പ്രാവശ്യം സിബിനെ പറഞ്ഞാ പറ്റൂല. ഞാൻ ആരിലും പോകേണ്ടി വരും അല്ലേ? അതന്നെ പറഞ്ഞത്. പിന്നെ ഇജ്ജ് പോവല്ല നല്ലേ. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാം. അതിന്റെ അടിയിൽ വേറൊരു കാര്യമുണ്ട്, ഞാനത് പറയാൻ മറന്നതാണ്. നമ്മളെ അംസന്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് കച്ചറവെള്ളമൊക്കെ ഒന്നായിട്ട് നമ്മളെ സൈക്കിൾ ഷോപ്പിലെ ആളുകൾ താമസിക്കുന്ന ഭായിമാരെ താമസിക്കേണ്ട റൂമിക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു. അതിനൊരു പരിഹാരം എന്തെങ്കിലും കാണേണ്ടി വരുമല്ലോ. അങ്ങനെ ഉണ്ടല്ലേ? അത് 2-3 വട്ടം നമ്മൾ അവരോട് പറഞ്ഞതല്ലേ, പഞ്ചായത്തിൽ പരാതിയും കൊടുത്തിട്ടില്ലായിരുന്നു. ഓരോ ആൾക്കാരങ്ങനെ വന്ന് പോവാന്നല്ലാതെ ഒരു തീരുമാനമായിട്ടില്ലല്ലേ. അല്ലെങ്കിൽ ഇപ്പം അംസനോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് വലിയ കാര്യമുണ്ട്. അവൻ്റെ സ്വഭാവം എനിക്കറിയില്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യുക? ഹംസനോടും അവൻ്റെ പണിക്കാരോടും ഇതിനെ പറ്റി പറഞ്ഞിട്ട് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമ്മളെ മര്യാദ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്നും കൂടി അവനെ കണ്ടാട്ടെ. ഏതായാലും ഒന്ന് കണ്ടുകാണ്ടേ സംസാരിച്ച് നോക്കണ്ടി. എന്തോല നിലപാടെന്നുള്ളത് നോക്കിയിട്ട് നമുക്കേ പിന്നെ ചെയ്യാം. എന്താ സുബൈദാ? ആർക്ക്? മുറടിക്കോ? ജോന വാശി പിടിപ്പിച്ചണ്ട, പറഞ്ഞയച്ചോ എന്നാൽ. ആയിക്കോട്ടെ, നമ്മൾ പോവല്ലേ? പോവാ. കുഞ്ഞുമ്മ അവിടെ എത്തിയില്ലേ? എടി ആ കുളത്തേക്ക് പോണ നോക്ക് കുട്ടികളട്ടോ, പേടിയാണ്. എന്നായിക്കോട്ടെ കാക്കോ. മുറട്ടി പോയില്ലേ? കുഞ്ഞിമ്മ കുട്ടികളൊക്കെ എപ്പോഴും വന്നിട്ടുണ്ട്. കാക്കോ നിങ്ങൾ പോയേക്കനെ വന്നിക്കണോലേ. പിന്നെ ഓലെ കണ്ടപ്പോ ഓനക്ക് ഭയങ്കര വാശി പോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ വെച്ചു ഓലപ്പം പറഞ്ഞു വെച്ചു. അവിടെ എത്തി നടക്കണ വിളിച്ചേന്. ഓൻ പോയിക്കോട്ടെ, ഓൻ വാശി കുടിച്ച അങ്ങനെ തന്നെയല്ലേ. എന്നാ കുഞ്ഞിനോടെ നാളെ തന്നെ കൊടുന്നായി തരാൻ പറഞ്ഞിട്ട് അവനോട് വിളിച്ചു പറഞ്ഞതാ. അത് ഞാൻ കുഞ്ഞുമ്മൂനോട് പറഞ്ഞു കാക്കോ നാളെ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിന് കുറുമ്പാട്ടോ നാളെ. അവന് കുറുമ്പില്ലാത്തത്? ഓന്റെ കളിക്കൊക്കെ ഇങ്ങനെ നിന്നോടുത്തോളി നിങ്ങള്. പിന്നെ കാക്കോ നമ്മളെ ഖദീജാത്ത നോക്കണം കേട്ടോ. നമ്മളെ ആഴ്ചമാത്താന്റെ ആ ചെറിയ പെണ്ണെല്ലാം ഇങ്ങോട്ട് വന്നിട്ട് ഓൾക്കത് തലവേദന പനി എന്തൊക്കെയാ പറഞ്ഞു. അപ്പോൾ വലിയോളെ പറഞ്ഞേച്ചിരുന്നു. സുബൈദ, ഇപ്പൊ കഴിച്ച വന്നതല്ലേ, ഇപ്പൊ ആഴ്ചമത്താന്റെ കുട്ടികളോട് വരണ്ട അറിയാം. ഇപ്പൊ എല്ലാരും പാടെ എന്തിനാ ഇപ്പൊ ഇവിടെ സീനത്തിന് കൊറേ ഭേദമായില്ല. ഇപ്പൊ ഇത് വരണ്ടെന്നൊന്നും പറയണ്ട. ഇപ്പൊ ഖദീജാത്ത ഉണ്ടാവുമ്പോഴേ ഒരു പിന്നെ കണ്ടറിഞ്ഞ് വരലുണ്ടാവില്ല. ഇതെടുത്ത് ഖദീജാത്ത ആകെ പൊടി മാറാനും പിടിച്ചിട്ടേ താത്താക്ക് സുഖമില്ലാത്തോണ്ടേ ഇപ്പൊ ഈ പണിക്കൊന്നും ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാൻ കൂടലില്ല. പിന്നെ നിങ്ങൾ വരട്ടെ നേരത്തെ ഇങ്ങനെ കാത്തുന്നു. മറ്റവരെ കൊണ്ട് ഇപ്പൊ എടുപ്പിച്ചാ മോശല്ലേ. താത്ത ഞാൻ വന്നീല്ലേ, ഞാൻ ആകെ പൊടിയായി കിടക്കണ്ട. ഓടൊക്കെ പൊട്ടിക്കണില്ലേ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കട്ടോ. കൈജാത്ത, പേരക്കുട്ടിക്ക് സുഖലാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്തായി? കുറവുണ്ടോ? കുട്ടിക്ക് കുറവുണ്ട്. ബെൽറ്റൊക്കെ അയച്ചുല്ലേ? ബെൽറ്റൊക്കെ അയച്ചു. നടക്കുമ്പോ ഇളകാതെ ശ്രദ്ധിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. അതിനല്ലേ ഇപ്പൊ ഓളിപ്പന്റെ കൂടെ ഇങ്ങനെ നടക്കണത്. ഖദീജ വർത്താനം പറഞ്ഞിങ്ങനെ നിക്കാണ്. കുറച്ച് വെള്ളം ചൂടാക്കിട്ട് ആ കുളിമുറി കൊണ്ടേക്കട്ടോ. ഉച്ചക്കുള്ള കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ നോക്കിക്കണോ? താത്ത ഞാൻ വെള്ളം ചൂടാക്കി വെച്ചോണ്ട്. എല്ലാത്തിനും ഇങ്ങനെ ഗ്യാസ് എടുക്കണ്ട കേട്ടോ. ആ അറകും ചകിരിയൊക്കെ എടുത്താണ്ടേ പുറത്ത് അടുപ്പുണ്ട്, അതില് കത്തിച്ചോളുണ്ട്. ഗ്യാസ് കിട്ടാൻ പണിയാണ് ഇപ്പളേ. ഖദീജാത്ത ഇന്ന് ഇവിടുത്തെ പണിയൊക്കെ നിങ്ങൾ തീർത്തോളി. അടുക്കളയിൽ കൂട്ടാണ്ടാക്കല് ഞാൻ നെസ്ലും കൂടെ തീർത്തോളാം കേട്ടോ. അതിനിപ്പോ എന്തിനാ നെസ്ല? ഖദീജ ഉണ്ടല്ലോ ഇവിടെ, ഓള് നോക്കിക്കോളും. മഞ്ജിതേ,
അതിപ്പോ എനിക്ക് പരിചയമാകാത്ത ചെറിയ പ്രശ്നമുള്ളൂ. ഇതൊക്കെ ഞാനില്ലേ ഇവിടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തൊക്കെ ഏതൊക്കെ ഒക്കെ പറഞ്ഞുതരാം, അതൊന്നും പ്രശ്നമാക്കണ്ട. വാ. വലൈക്കും അസ്സലാം. അളേക്ക, ഇത് മജീദ്. നമുക്ക് അലിക്ക് പകരം വന്നതേ. ഞങ്ങൾ അലിനെ എയർപോർട്ടിൽ കയറ്റി വിട്ട് ഇങ്ങനെ വരികയാണ്. അലിന്നിട്ട് കയറി പോയില്ലേ? നന്നായി, പോയി ടെൻഷാന്ന്. ആ പിന്നെ മജീദിനെ കുഞ്ഞേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ്ടി. പറമ്പിലെ കാര്യങ്ങളും മറ്റുള്ളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് ആദ്യം, പിന്നെ മൂപ്പരങ്ങനെ ചെയ്തോളേ. അജരക്ക, ഡ്രൈവർ പണി എനിക്കറിയാം, മറ്റു കാര്യങ്ങളൊക്കെ ഒരു പരിചയക്കുറവുണ്ട്. അപ്പൊ ഒന്ന് നോക്കി കണ്ട് ഞാൻ ചെയ്തോണ്ട്. ആ മറ്റുള്ളത് കാര്യമായിട്ടൊന്നുമില്ല. ആ പണിക്കാരെ കാര്യങ്ങളേ കമ്പനിയിലെ ഇടയ്ക്കൊക്കെ പോയി വരേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുഞ്ഞേ മൂപ്പരെ കൊണ്ടേക്കാണ്ടേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്താണ്ടി, ഒന്ന് കാണിച്ചു കൊടുത്താണ്ടി. ജോസേ, നിങ്ങള് കാര്യങ്ങള് കെയറായിട്ട് അവിടെ എത്തിച്ചില്ലേ? സാധനമൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കുന്നു. സ്കോഡിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക്, എന്നാലും സേഫ്റ്റി ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ജോസേ, നമ്മൾ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കാത്ത എതിരാളികളുണ്ട്. ഏയ്, നിങ്ങൾ കുറെ നേരമല്ല അവിടെ നിന്നാണ് സ്വകാര്യം പറയണോ? ഒന്നിങ്ങോട്ട് വരിങ്ങളേ. ഇയാളെ കൊണ്ട് വല്ലാത്ത വണ്ടിമേലാണ്. എല്ലാം സഖ, നിങ്ങളെ ആശാത്താന്റെ മകളെ കല്യാണാലേക്കാൻ പോയിക്കാണ്. ആകെ ഒരു ഭാഷണത്തിനായി. അത് ജോസേ, എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അയാളെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട് നമുക്ക്. അയാളെടുത്ത് പൂത്ത പൈസ ഉണ്ട്. നമ്മളെ ബിസിനസ്സിന് വേണ്ടി തിരിമറി ചെയ്യണത് അയാളെ അടുത്തുനിന്നല്ലേ. പിന്നെ അതുമല്ല, റഹീമാജിന്റെ മുഖ്യ ശത്രുവാണ് അയാള്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ. അത് കുറെ നേരം ഗിറി അരച്ചു തുടങ്ങിയിട്ട്. എന്നാ പോയേക്കാം. ദത്താംശങ്ങൾ കുറെ നേരമല്ല അവിടെ നിന്നാണ്ട് കുറി അറിയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ റഹീമാജിനെ കൊടുക്കാൻ വേണ്ടിയാണ്ട് വല്ല കുറ്റബുദ്ധി നിങ്ങൾക്ക് കിട്ടിയോ? അത് ആചാര്യ, ഞങ്ങള് ബിസിനസിന്റെ കാര്യം സംസാരിക്കായിരുന്നു. പിന്നെ റഹീമാജിന്റെ കാര്യല്ലേ, അത് നിങ്ങൾ രണ്ടാളും മെഷീനിൽ ഉപ്പിട്ട മാതിരിയാവൂല. അംസന്റെ പണി അതൊരു 8ന്റെ പണിയായിരിക്കും. അത് കേട്ടാ മതി അംശച്ച്. കൊടുക്കണ അയാൾക്കാ പണി, അത് ഇജ്ജ് പറഞ്ഞ മാതിരി 8ന്റെ പണി. ഒന്നുകൂടെ എന്തേ കാര്യം? അത് കാര്യം എന്താന്നുള്ള എനിക്കറിയാലോ. എൻ്റെ ആ ക്വാർട്ടേഴ്സിലുള്ളേ കച്ചറവെള്ളം നമ്മളെ സൈക്കിൾ ഷാപ്പിലെ ഭായിമാർ താമസിക്കേണ്ട റൂമൊക്കെ വരും. എന്നോട് എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം ഞാനും പറഞ്ഞു, 1 പ്രാവശ്യം റഹീമാജിയും പറഞ്ഞു. എന്താ പറ്റി ഇങ്ങനെ ചെയ്താലേ? ആ വേസ്റ്റ് മുറ്റൊന്ന് മാറ്റിക്കുത്ത നിങ്ങൾക്ക് സ്ഥലമില്ലായിട്ടൊന്നല്ലോ. ഇതിപ്പോ ഒരു വാശി വെക്കണ മാതിരിയല്ലേ. ഒന്ന് സഹകരിക്കുങ്ങളെ. എന്തിനാപ്പത് ഞാൻ മാറ്റി കുത്തണു? നിങ്ങളല്ലേ പഞ്ചായത്ത് പോയി കംപ്ലൈന്റ് കൊടുത്തിനു. നീ ഓല് വന്നാണ്ട് ശരിയാക്കിക്കോളും. ഇതാണ് എൻ്റെ നിലപാടല്ല അംസേ. അല്ലെങ്കിൽ ഇപ്പൊ എന്നോടേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ നമ്മളൊരു മര്യാദന്റെ ലെവലിലേ സംസാരിച്ചു എന്നുള്ളൂ. ഇനി ഇതിൽ എന്താ ചെയ്യണ്ടേ എന്നുള്ളത് എനിക്കറിയാം. ബാ ഓയ്, പണിയാക്കാൻ പറയാം അംശജോലോട്. സീനത്തെ എനിക്കിപ്പോ കുറവില്ലേ? പിന്നെ ആഴ്ചമ്പൂൻ്റെ ആ പെണ്ണിനെ ആവശ്യമുണ്ടെങ്കിൽ ഇനി വരാൻ പറഞ്ഞാൽ മതിയല്ലോ. കഴിച്ചാത്ത ബന്ധം ചെയ്തല്ലോ. പിന്നെ ഒരു കാര്യം ചെയ്താലാ, ആ കുട്ടിക്ക് എന്താ കൊടുക്കാനുള്ളതേ പൈസ എന്താ ചോദിച്ചിക്കാണ്ട് കൊടുത്താണ്ടിട്ടാ. ആവശ്യമില്ലെങ്കിൽ കണ്ട് പറഞ്ഞാച്ചാളി. എനിക്കിപ്പോ കുറവുണ്ട്. ഇപ്പൊ ഇവിടെ ഒരാളെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നപ്പോ ആ കുട്ടിക്ക് എന്താ വേണമെങ്കിലേ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കാലേ. എന്റെ മാല കാണുന്നില്ലല്ലോ. പൊന്നോ, ഒന്നുകൂടി വന്നാ. എന്തമ്മ? എടി, എന്റെ മാല ഇവിടെ ഊരിച്ചിന്ന് കാണുന്നില്ല. ഒന്ന് നോക്കിയൊക്കെ പൊന്നോ. കുറച്ചോനെ എന്റെ മാല ഈ പുല്ലൊക്കെ നോക്കി ഇവിടൊക്കെ ചാടി അവിടെയൊക്കെ നോക്കി.
കുഞ്ഞോ എന്താ റബ്ബേ എവിടെ പോട്ടെ ഞാൻ തരയ്യ സുബൈദ മാല കാണാനില്ല ഞാൻ അവിടെ ഊരി വെച്ചിരുന്നു. പഠിച്ചോനെ മാല കാണില്ലാന്നോ? അപ്പൊ നിങ്ങൾ എവിടെ ഊരി വെച്ചിട്ടത്? കുഞ്ഞാമ്മ ഇമ്മമ്മ കുളിച്ചാൻ പോയപ്പോ അവിടെ പുറത്ത് മാക്സിന്റെ ഉള്ളിലാ വെച്ചിരുന്നത് പറഞ്ഞു. എവിടെ ഉണ്ടായി അറിയില്ല. ഇനി അവിടെ ഒക്കെ നോക്കി ഞാനും മമ്മി, എവിടെയും കാണുന്നില്ല. നിലത്തൊക്കെ നോക്കി ചാടിയിട്ട് മുറ്റം. എത്ര പൊന്നു വെച്ച് ഈ പറയേണ്ടത്? പുറത്ത് മാല ഊരൊക്കെ റബ്ബെ, ഇനിയിപ്പൊ ഒന്നും വല്ല പുറക്കലേരും വന്നില്ല നമ്മളെ മുറ്റത്തേക്ക്. ഏറ്റങ്ങളെ കജ്ജ് കിട്ടിയ കണക്ക ജയിക്കാരം. പൊറക്കലാരൊന്നും ആരും നമ്മള് ഗേറ്റിന്റെ ഉള്ളിൽ വരലില്ലല്ലോ. ഇവിടെ ഉള്ളവരല്ലാതെ വേറെ ആരും അത് എടുക്കൂല. സീനത്തെ ഖദീജ എന്താ എന്താണ് ഒച്ച ഉണ്ടാക്കണത്? എന്താണ് ഇവിടെ? താത്ത ഉമ്മാന്റെ മാല കാണാനില്ലെന്നാ പറയണത്. എവിടെ പോയാവോ? മാല പോവേ? ആരപ്പ നിങ്ങളെ മാല എടുത്തു? എടുക്കാൻ ഇവിടെ ആളില്ലാത്ത ഇവിടെ പലവരും ഉണ്ടല്ലോ. അല്ല ഇവിടെ ഇപ്പൊ ഞമ്മളല്ലാതെ വേറെ ആരപ്പ ഉള്ളത്? കഴിച്ചാത്ത നിങ്ങളെങ്ങാനും ഉമ്മാന്റെ മാല എടുക്കണോ? താത്ത ഞാനോട്ട് കണ്ടിട്ടുമില്ല, ഞാനോട്ട് എടുത്തിട്ടുമില്ല, ഞാനോട്ട് അറിയില്ല. പിന്നെ പാരാ നെസിലെടുത്തിട്ടുണ്ടാവും. ഇജ്ജാ മാല ഇങ്ങോട്ട് തന്നളാ. ഞമ്മള് മാത്രമേ അറിയുള്ളൂ. എന്നാല് ഇച്ചിന്റെ മാല കിട്ടിയാ മതി. എത്തമ്മങ്ങൾ ഈ പറയണ? ഞാൻ എടുത്തിട്ടില്ല താത്ത, ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എത്തമ്മങ്ങൾ ഈ പറയേണ്ടത്? ഓളെങ്ങനെയാ എടുക്കുവോ? ഓളൊന്നും എടുത്തിട്ടുണ്ടാവില്ല. നമുക്ക് ഇവിടെ ഒന്നും കൂടെ തെരയല്ലേ? എവിടെയും തരയണ്ട. ഓളെ തപ്പിയാ തന്നെ മുതല് കിട്ടും. ഇച്ച നല്ല ഉറപ്പാണ് അത് ഓളെന്നെ എടുത്തിക്കണത്. നെസ്ല ഇജ് അബദ്ധത്തിൽ എങ്ങാനും എടുത്തിക്കണമെങ്കിൽ അതാണ് കൊടുത്തളാ. താത്ത നിങ്ങൾ എല്ലാരും കൂടി ഇന്നെ എങ്ങനെ പറയണേ? ഞാൻ എടുക്കാത്ത കാര്യത്തിന് നിങ്ങൾ ഇന്നെ പരിശോധിച്ച് നോക്കിക്കോളി. പൊന്നോ ഖദീജ ഓളെ റൂമിൽ കൊണ്ടുപോയിട്ടേ ഒന്ന് തപ്പി നോക്ക. സീനത്തെ എന്താ അവിടെ? ഉമ്മാന്റെ മാല കാണാനത്ര നെസ്ലൈൻ എടുത്തു എന്നാണ് ഉമ്മ പറയണത്. അപ്പൊ ഓരെല്ലാരും കൂടെ കൂടിയിട്ട് ഓളെ കയ്യിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ഓളെ പരിശോധിക്കാൻ കൊണ്ടുപോകും. ഓളെ പരിശോധിക്കേ എന്തിനെ? ഇജ്ജെടുത്തുകൊണ്ടേ കുട്ടിയെ ആ മാല ഉണ്ടെങ്കിൽ കൊടുത്തളേ. പഠിച്ചനാണ് നേരെ അജയരാക്ക, ഞാൻ എടുത്തിട്ടില്ല. അറിയാത്ത കാര്യാട്ടോ. സീനത്തെ ഓളെടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഓളെ തപ്പും പരിശോധിക്കൊന്നും വേണ്ട. ഇത് പോയി കുട്ടിയെ. എത്തിനാ റഹീമ ഓളെ നോക്കാതെ പറഞ്ഞയച്ചത്? ഇന്റെ മുതല് പോയി കിട്ടിയെന്നല്ലാതെ എന്താണ് ഇനി ഇറ്റാ മുതലുണ്ടാവോ? സീനത്തെ ഉമ്മാനോടെ തൊള്ള നടത്തിയേക്കാൻ പറയാം. മാല നമുക്ക് വേറെ വാങ്ങാനുള്ള. നജില മന കുട്ടി അതോടെ വെച്ചാളജ് പോയി കിടന്നോ കുറച്ചു നേരം? സാരല്ല മാച്ചിപ്പൊ കുറവുണ്ട്. ഇമ്മാക്കാക്ക പിന്നെ വിളിച്ചില്ലല്ലോ. ആ അംസാക്കാക്ക് പൈസ കൊടുക്കാനായില്ലേ? കാക്ക വിളിച്ചാലല്ലേ നമുക്കിപ്പോ അതറിയുള്ളൂ. ഓനെ അതിന് ആരെങ്കിലും നമ്പർ എന്നല്ല ഇങ്ങോട്ട് വിളിച്ചണത്. തിരിച്ചു വിളിച്ചാൽ നമ്മളടുത്ത് ഓന് നമ്പർ ഇല്ലല്ലോ. ഓന് വിളിച്ചാലാണ് ഞാൻ എത്ര കൊടുക്കാനുള്ളത് എന്താ ഏതൊക്കെ അറിയാനും പറ്റുള്ളൂ. ചെക്കിലേക്കൊക്കെ ഉണ്ട് എന്നല്ലേ പറഞ്ഞത്. കരഞ്ഞുകൊണ്ട് വരുന്നേ അവിടുത്തെ താത്താരമ്മാനെ മാല പോയിമ്മ. അത് ഞാൻ അടുത്തുകൂടി നോലെല്ലാരും പറയണത്. അങ്ങനെ കുട്ടി നോലോളിച്ചണ്ട, നമ്മളെടുത്തിട്ടില്ലല്ലോ. അവിടെ ആചാരാക്കല്ലേനിയാ? ആചാരാക്ക അവിടെ ഉണ്ടായിനിമ്മ. പോലെല്ലാരും കൂടി എന്നെ തപ്പി വെക്കാന്ന് പറഞ്ഞപ്പോ ആചാരാക്ക എന്നെ എന്നോട് പോകാൻ പറഞ്ഞത്. സാറില്ല മോനെ കുട്ടി നോലോളിച്ചണ്ട. മോനെ കുട്ടിയോട് നമുക്ക് ചോദിച്ചു നോക്കാം. മോനെ കുട്ടി എടുത്തിട്ടില്ലല്ലോ. എത്തമ്മ ഓല് നെസ്ലെടുത്തു പോലെ അങ്ങനെ പറയണത്? അത് ചോദിക്കണം കേട്ടോ അമ്മ. നിങ്ങള് ആചാരാക്കാക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാ. നമ്മളൊന്ന് ചോദിച്ചു നോക്കാം എന്താന്ന്. ബെല്ലടിച്ചു നോക്കാം. ആചാരാക്ക, ആചാരാക്ക. ഹാജരാക്ക് ഇവിടെ ഇല്ലല്ലോ, പുറത്തേക്ക് പോയതാ. ഇത് താത്ത ഇവിടെ ഉണ്ടായത്. ഞാൻ നെസിലെ മാല എടുത്തു എന്നൊക്കെ പറഞ്ഞാണ്ട് ഓൾ അവിടെ നൊലോളിച്ച് വന്ന് കിടക്കുകയാണല്ലോ. നിന്റെ കുട്ടികൾ അങ്ങനെ ഒന്നും ചെയ്യൂലട്ടാ. ഇത് ഇവിടെ ഉണ്ടായിക്കണേ. അതാഴ്ചമ്മോത്താ താത്താന്റെ അമ്മാരെ മാല കാണാല്ലേനു. അപ്പൊ ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും തെരഞ്ഞു നോക്കി. ആരാ സുബൈദ അവിടെ? എജ്ജോ എന്റെ മാല എടുക്കണോ? നിങ്ങൾ എന്ത് വർത്താനം ആളത്തെ ഈ പറയുന്നത്? നിന്റെ മോൾ എടുക്കണ നിങ്ങൾ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾ അറിയാത്ത കാര്യം ഇങ്ങനെ പറയരുതിട്ട. എന്റെ കുട്ടികളെ ഞാൻ അങ്ങനെ ഒന്നും അല്ല വളർത്തിക്കണത്. ഞാൻ കുട്ടികളെ വളർത്തിയ കഥയൊന്നും പറയണ്ട. അതന്നെ ഞാൻ എന്റെ ചെറുക്കൻ നാട് മുഴുവൻ കടാക്കിയും ആൾക്കാരെ പറ്റിച്ചു പോയത്. ചിലക്കാതിന്റെ മുതലിൽ
ഉപകാരം ചെയ്തേനെ നല്ലോണം പൈസയും തന്നു. അതിന്റെ പുറമെ വിടുന്ന് നല്ലോണം സാധനം കെട്ടി വലിച്ചു കൊണ്ടുപോയിക്കണു. അരി ആയിട്ടും വെളിച്ചെണ്ണ ആയിട്ടും സാധനങ്ങളായിട്ടും ഒക്കെ നല്ലോണം കൊണ്ടുപോയി മുടുങ്ങിന്നില്ലേ. ഒരു ഉപകാരം. ഇച്ചതിനെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പൊ മറുപടി പറഞ്ഞാൽ ശരിയാവൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആചാരാക്കാനെ കാണാൻ വന്നതാ. ഞങ്ങൾ ആചാരാക്കാനെ കണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. മക്കള് വന്നാളെ നമുക്ക് ആചാരാക്കാനോട് പറയാം. ചെന്നൂട് നമ്മള് റെയിമിനെ പറഞ്ഞാ മതി. അപ്പൊ തന്നെ തപ്പിന്നൊക്കെ സാധനം കിട്ടിയിരുന്നു. വേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കഴിച്ചാണ്. അത് റെയിം സമ്മതിക്കണ്ടേ? അതിന്റെ അംശേ വല്ലാത്തൊരു കോളായി പോയി. നിങ്ങളത് വീടി ആചാരേ, നമുക്ക് വേറെ നോക്കേ. ഇന്നാലിന്റെ അംശേ ആ ആഴ്ചമൂന്റെ മകളെ കല്യാണം ആലോചിച്ചത് നാട്ടില് മുഴുവൻ പാട്ടാണ്. റൈമാജിക്ക് രണ്ടെണ്ണം ഒക്കെ കട്ട. അതിന് നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ മൂസാജിക്ക് കെട്ടിക്കൂടാ. നാട്ടുകാരൊരു കണ്ണിക്കടി എന്നോട് പറയുകയാണെങ്കിലേ. നിങ്ങക്ക് ഇപ്പൊ ആചാര അതന്നെ കെട്ടണം എന്നുണ്ടോ? നിങ്ങക്ക് വേറെയും കിട്ടൂലേ? നിങ്ങക്ക് ഇപ്പൊ എന്തിന്റെ കുറവുള്ളത്? ഇന്നലെ ആ തള്ളന്റെ മക്കളെ അഹങ്കാരം നോക്കിച്ച് നാക്കുപ്പിന് ഗതിയില്ല. എങ്ങനെയെങ്കിലും കഴിച്ചിലായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ അതൊന്നും ആലോചിച്ചത്. അംശേ അന്റെ പൈസന്റെ ദിവസം എത്തിക്കണു. കൂടിയെടുത്തു അല്ലേ? വെറുതെ കൂടിയെടുത്തു അല്ലേ? മനസ്സിലായോ? അത് നമുക്ക് ശരിയാക്കാം ആചാര. നമ്മക്ക് പൂട്ടേണ്ടത് റഹീമാജിനാണ്. ആ ജോസ് വരുന്നുണ്ടല്ലോ. ഹംസാക്ക നിങ്ങൾ അറിഞ്ഞൊരു സംഗതി. എന്തേ കാര്യം പറയാ ജോസേ. അതെ ഹംസാക്ക, ഞാൻ അങ്ങാടിന്ന് കേട്ടതാ. റഹീമാജിന്റെ അവിടെ ഒരു കളവ് നടക്കണം. അത് ആഴ്ചാത്തന്റെ മോളോടെ പണിക്കുണ്ടല്ലോ, ഓളെ അടുത്തുണ്ടെന്ന് എല്ലാരും പറയണ്ട്. ഇപ്പൊ അതേതായാലും നന്നായി. അതിച്ച് പേർത്ത് ഇഷ്ടായി. ഒരു വെടിക്ക് 2 പക്ഷി. ഇത് ആചാര ഞമ്മക്കുള്ള ഒരു അവസരാണ്. ഇതിന്റെ ഇടയിൽ കയറി നമ്മക്കൊന്ന് കളിക്കണം. ഇത് ഞമ്മക്ക് മുതലെടുക്കണം ആചാര. ആ മാണേ അന്റെ തലയില് നിറച്ചു കുറ്റിബുദ്ധല്ലേ, അത് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടട്ടെന്ന്. അപ്പൊ എത്ര പൈസ ആക്കാം? മൊത്തം 240. കുറച്ച് പൈസ കുറവുണ്ട്, അത് പിന്നെ കൊടുന്നേരട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ പൈസന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. റഹീമാജിന്റെ പേരിൽ നിന്ന് എടുത്ത മാലന്റെ പൈസ തന്നെ ഉണ്ടാവല്ലോ ബാക്കി. അതൊക്കെ കഴിഞ്ഞാ അറിയാം സാർ. വീടിന്റെ ഏരിയക്കാരല്ലേ? എത്ര കുട്ടിയായി കേൾക്കണത്? നിങ്ങൾ റഹീമാജിന്റെ പേരിൽ നിന്ന് മാല കട്ടുന്നൊക്കെ പറയണ്ടല്ലോ. നാട്ടിലാകെ പാട്ടാണല്ലോ. അല്ല അതിൽ വല്ല സത്യമുണ്ടോ? നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളെങ്ങനെ അതൊക്കെ ചോദിച്ചു? വെറുതെ പറഞ്ഞുണ്ടാക്കാണ് എല്ലാരും. ഞാൻ പറഞ്ഞില്ല ആ കുട്ടികളെ ചെജൂല എന്നുള്ളത്. ഇത് റഹീമാജിന്റെ കുടുംബക്കാരും ഇതിങ്ങനെ പറഞ്ഞെടുക്കണേ. പിന്നെ ഇപ്പൊ നാട്ടുകാരെ പറഞ്ഞെടുക്കാൻ വെക്കുവോ? ശരി തന്നെയാണ് റഹീമാജിന്റെ കുടുംബക്കാരനത് പറഞ്ഞെടുക്കണത്. ഞാൻ ഓലേക്കുന്നത് കേട്ടത്. ഓല അതൊക്കെ പറയും. അല്ലെങ്കിലും ഓല അത്ര മനഃസാക്ഷിയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. ആൾക്കാർ ഓല അങ്ങോട്ട് വലുതാക്കി വെച്ചേക്കല്ലേ. എല്ലാം കൊണ്ട് ഈ കുട്ടികൾ കുടുങ്ങിന്ന് പറഞ്ഞാൽ മതിയല്ലപ്പോ. അംസേ എനിക്ക് തരാനുള്ള പൈസന്റെ കാലാവധി ആയി തുടങ്ങി. ഇറ്റങ്ങളൊന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം ഇപ്പൊ നമുക്ക് കാണണല്ലോ. അതിന്റെ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അംസേ ഇതാ ചെക്ക് ലീഫാണ് കൊടുത്ത. ഇതെന്റെ ആങ്ങള അസർപ്പ് അംസക്ക് കൊടുക്കാനുള്ള 2 ലക്ഷം ഉറുപ്പ്യ. ഇനി ഞങ്ങൾ പറയുന്ന മാതിരി നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം ഉറുപ്പ്യ കൂടിയാണ് തരും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല. ആ കാര്യം ഞങ്ങൾ ഏറ്റു. ഇത് മാങ്ങിക്ക കുട്ടിയേ. ഇത് ഞങ്ങൾ പറയുമ്പോഴാണ് കേട്ടളാ. മാങ്ങിക്കത്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു പ്രശ്നമൊന്നും വരാൻ പാടില്ല കേട്ടോ. അതൊന്നും വരൂല. ഇത് ധൈര്യമായിട്ട് പോയിക്കോ. എന്തേ കുട്ടിയെ? ആചാരാക്ക ഞങ്ങൾ പെരന്റെ അകത്തേക്ക് ഒരു പാമ്പ് എറിയണേ. നിങ്ങളൊന്ന് വരുമോ? വെച്ച് പേടിയായിട്ട് നിൽക്കാൻ വെച്ച. മജിദേ സൈഡായി കേട്ടോ.
എവിടെ കുട്ടിയെ? അടുക്കള ഭാഗത്ത് കൂടെ പോയിക്കണ്. ഏലെ കുട്ടിയെ പാമ്പ് കറിയിട്ടുണ്ട്? ഇതിലെവിടെ കേറിക്കണ ആചാരാക്ക, ഞാൻ പേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മജീദേ, ഇതൊരു കാര്യം ചെയ്യേ. ആ പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്നെ പേര് ലത്തീഫോ, ഓണ്ടാവും പീടിയിൽ. ജോനൊന്ന് കൂട്ടി വാ, വേം പാട്ടോ, വണ്ടി എടുത്തോ. ആചാരാക്ക ഇതിന്റെ ഉള്ളിക്കാ കേറിക്കണേ, ഞാനൊന്ന് നോക്കിക്കാട്ടെ. ശ്രദ്ധിക്കട്ടെ കുട്ടിയെ, ശ്രദ്ധിക്കണം. ആചാരാക്ക ഇവിടെ ഉണ്ട്. അവിടെ മാറിക്ക, അടുത്തേക്ക് പോണ്ട കേട്ടോ, ആളിപ്പോ വരും. അവിടെ പാമ്പിന്റെ തല കാണുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ആരുമില്ല. എമ്മീൻ നെസ്ലിയും കൂടി മൂത്തമ്മാരുടെ അടുക്ക് പോയതാണ്. ജോസേ, ഇജ്ജ് പോയി കാണാൻ ആളെ കൂട്ടി കൊണ്ട് ഞാൻ കൂട്ടിക്കൊള്ളത്. ആളെ കൂട്ടി തന്നെ ആരുടെ പുറന്ന് വാലടിച്ച്? എനിക്കറിയില്ല. മൂസാന അജ്ജോ, വാലോർക്ക് തുറക്ക് റഹീമേ, തുറക്കേ. ആൾക്കാരോട് വന്നോട്ടെ, എന്നിട്ട് ഞാൻ തുറന്നേരാ. ആരാണ്? എന്താ സംഭവം? എന്താണ്? എന്താ പ്രശ്നം? എന്താണ്? ഔത്തോ പിലാപ്പറമ്പിൽ റഹീമാജേ കുറച്ച് കാലായി വന്ന് തുടങ്ങിയിട്ട്. മാന്യൻ പള്ളി പ്രസിഡന്റ്. ആ മെമ്പർ വരുന്നുണ്ടല്ലോ, എല്ലാരും കാണട്ടെ. നമ്മളെ കണ്ട് വലുതാക്കി വെച്ചതാണല്ലോ. എന്താ സംഭവം? എന്താ ഇവിടെ ആള് പിടിക്കണ്? അത് റഹീമാജിനെ നാട്ടുകാർ പിടിച്ചതാണ് സംഭവമൊക്കെ. അതല്ലേണ് റഹീമാജോ? ആരാടാ വാതില് പൂട്ടിയത്? തുറക്കണ വാതില്. ആരാടാ മൂസാന വാതിൽ പൂട്ടിയത്? നിങ്ങൾ നാടകം അഭിനയൊന്നും വേണ്ട, കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കണം. നിങ്ങൾ അതാണ് കുട്ടാളി. എന്ത് നാടകം സംസാരിച്ച് പറയണ്ട്? തന്റെയും തറവാടില്ലാത്ത പരിപാടി എടുത്തിട്ടോ. നിങ്ങൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പൊ ഉണ്ടായ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. എന്താ പ്രശ്നം? എന്താ ആൾക്കൂട്ടം? ഇവിടെ ഒരു പ്രശ്നവുമില്ല. അജരാക്ക, നിങ്ങൾ പെരി പോയി കാണി. മജീദേ, അജരാക്കനെ പെരിക്കൊണ്ടേക്കാം. അജരാക്ക വരി. മൂസാനെ, ഞാൻ അള്ളഹാനോട് സമാധാനം പറയണ്ട കേട്ടോ. മുസാജേ, നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിലേക്ക് ഒരു പാവപ്പെട്ട കുടുംബത്തും കൂടി നിങ്ങൾ വലിച്ചിട്ടു. അത് മോശമായിട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ മാതിരിക്കുള്ള ചണ്ടിത്തരൊന്നും റഹീമാജി ചേച്ചെന്നുള്ളത് ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. അയാളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. കുട്ടിയുടെ മെമ്പർ എന്താ ഇവിടെ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങളവിടെ കയറിക്കാണെ കുട്ടീൻ്റെ അടുത്തേക്ക് അവിടെ കയറിക്കാണി. എല്ലാവരും പിരിഞ്ഞു പോയി കാണി. എല്ലാവരും പിരിഞ്ഞു പോയി കാണേടാ. എല്ലാവരും പറഞ്ഞാ എല്ലാവരും പറഞ്ഞാ എല്ലാവരും പറഞ്ഞു പോയി. മജീദേ, തല കറങ്ങുകൊണ്ടടാ. നിൽക്കുക അജരാക്ക, ഞാൻ തുറന്നിട്ട് ഇവിടെ ഇരുന്നു. വെള്ളം വേണം അജരാക്ക? അല്ല, കുറച്ച് വെള്ളം എടുക്കട്ടെ.